ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡയറ്റ് ഫുഡാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം കൊത്തു പൊറോട്ട എന്നതുപോലെ കൊത്തു ചപ്പാത്തി എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. ഇതൊരു ഡയറ്റ് ഫുഡാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പി ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. 3 ചപ്പാത്തി നമുക്ക് ആവശ്യത്തിന് ചപ്പാത്തിയുടെ എണ്ണം കൂട്ടാം കുറയ്ക്കാം എന്ന് വേണമെങ്കിലോ. നമ്മൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയും നമുക്ക് ആവശ്യമുള്ളത് എഗ് വൈറ്റ് മാത്രമല്ല എടുക്കുന്നത്, മുട്ടയുടെ മഞ്ഞ എടുക്കുന്നുണ്ട്. അപ്പം അടുത്ത് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുമ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം ആവശ്യത്തിന്. ഇപ്പം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കുന്നത് കൊണ്ട് എല്ലാം ആവശ്യത്തിന് മതി. കൊത്തു ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ചപ്പാത്തി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതാ ഒരു കൊത്തു പൊറോട്ട പോലെ കൊത്തു ചപ്പാത്തിക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഗായ്സ്, നമ്മളിവിടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1 അടപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ഇപ്പം ചപ്പാത്തിയുടെ അളവ് കൂടുതലാണെങ്കിൽ ഉള്ളി കൂടുതൽ എടുക്കാം, കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പിടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പിടാം. അപ്പോൾ നമ്മൾ 1 നുള്ളു ഉപ്പിടുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് തീ ഒരു ഫുൾ തീയിടേണ്ട, ഒരു സിമ്മിൽ, ജസ്റ്റ് ചെറുതായിട്ട് സിമ്മിലിട്ടാൽ മതി. അപ്പം ഞാൻ ഇപ്പം തീ കുറച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. ലൈറ്റ് കളർ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കണം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഉള്ളി ലൈറ്റ് കളർ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളുടെ 2 മുഴുവൻ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട ആ ഉള്ളിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അടി പിടിക്കാൻ പാടില്ല. തീ കുറച്ച് വയ്ക്കണം. ചെറുതായിട്ട് അടി പിടിച്ചെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കുഴപ്പമില്ല.
നിങ്ങൾ മാക്സിമം തീ കുറച്ച് വെച്ച് ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ട ഉള്ളിയായിട്ട് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാറുണ്ട്. പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഇതിലോട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മതി. അപ്പോൾ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു നുള്ള് മതി. പിന്നെ നമ്മുടെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇടാം. അപ്പോൾ പൊടികളെല്ലാം ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ മിക്സറിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചപ്പാത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയും ഉള്ളിയായിട്ടുള്ള ഒരു മിക്സ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു കൂട്ട് മുഴുവൻ എല്ലാ ഭാഗത്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മിക്സറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഇപ്പം ചോറ് ഇഷ്ടമില്ലാത്തവർക്കും ഡയറ്റ് എടുക്കുമ്പോൾ ചോറ് അത്യാവശ്യമാണ്. എന്നാലും ചോറ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും കൊത്ത് ചപ്പാത്തി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.